ഹലോ നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് ചിന്തിച്ചത് എന്നാണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലൈസും ആണ്, ടൈംലെസ്സും ആണ്. ആർക്ക് വേണേലും എപ്പോൾ വേണമെങ്കിലും കാണാം. അതുമാത്രമല്ല, റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, റെസനേറ്റ് ആകാത്തത് വിട്ട് കളയുക. മറ്റൊരു വീഡിയോയിൽ അത് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതിനെ പറ്റിയിട്ടുണ്ടാകുന്നതായിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്ന് സമാധാനമായിട്ടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, എൻ്റെ മൈക്കിന് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് സൗണ്ട് കട്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഹെഡ്സെറ്റ് വെച്ച് ഞാൻ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം, അതായത് വോയിസ് റെക്കോർഡായിട്ട് ഇടാം കേട്ടോ. അപ്പം എനിക്ക് രാവിലത്തെ വീഡിയോയിൽ ഒരു ഇഷ്യൂ വന്ന് എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഒരുപാട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മിസ്സായിപ്പോയി, നിങ്ങൾക്ക് അത്രയും എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിലും അത് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നതായിരിക്കും കേട്ടോ. അതുമാത്രമല്ല, മറ്റെന്തോ കൂടി പറയാനുണ്ടായിരുന്നു. പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം, അതുപോലെ തന്നെ ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാവേ. അപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ട്, മാക്സിമം ആ ഓഫർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയൊക്കെ ഉള്ള ഒരാളായിരിക്കാം കേട്ടോ ഇത്. അതുമാത്രമല്ല, പൊസിഷൻ, അതായത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള എന്തൊക്കെയായിരിക്കാം. കാരണം സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയൊക്കെ ഉണ്ടെന്നാണ് ഇത് ചാരിയറ്റ് കാർഡ് പറയുന്നത്. മാത്രമല്ല, ന്യൂ ബർത്ത്, ആർക്കെങ്കിലും പ്രഗ്നൻസി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ ബന്ധത്തിനൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു. സമൂഹത്തിൻ്റെ നിലയും വിലയൊക്കെ ഓർത്തിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോയതായിരിക്കാം. പക്ഷേ ഈ വ്യക്തിയുടെ അവസ്ഥ കർമ്മ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുക. കാരണം രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല, പകലൊന്നും ഇച്ചിരി നേരം ഉറങ്ങാമെന്ന് വെച്ചാൽ അത് കഴിയുന്നില്ല, ഒരു സമാധാനവും സ്വസ്ഥതയോ ഒന്നുമില്ല. രണ്ട് സിറ്റുവേഷനിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് അറിയുന്നില്ല. ആ സിറ്റുവേഷനും ഭയങ്കര മോശമാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. രാത്രികാലങ്ങളിൽ കിടന്ന് ഉറങ്ങുമ്പോഴും ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പകലാണെങ്കിലും എഴുന്നേറ്റിരുന്ന് പകലാണെങ്കിലും എന്താ പറയുന്നത്, സ്വപ്നം കാണുക, നിങ്ങളെപ്പറ്റിയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുക, നിങ്ങളുമായിട്ട് പങ്കിട്ട നിമിഷങ്ങൾ കാണുക. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുന്നത്, വേദനിക്കുന്ന രീതിയിലുള്ള ഒരിതാണ്. അയാളുടെ സിറ്റുവേഷൻ വളരെ സാഡാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. പക്ഷെ കൈയും കാലും കെട്ടിയിട്ടേക്കുന്ന ഒരവസ്ഥ, എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. ഒരു ഓൾഡ് എനർജി അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉള്ള ഒരു ലേഡി, ഒരു സ്ട്രോങ് ലേഡി ഇവരുടെ പുറകെ പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉള്ള ആൾക്കാരുടെ പുറകെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, കാലചക്രം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുമെന്നാണ് കേട്ടോ. കാലം നിങ്ങൾക്ക് അനുകൂലമാണ്, ഇപ്പോഴത്തെ കാലമായിരിക്കാം, അല്ലെങ്കിൽ കാലചക്രം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. കാരണം അവരിപ്പം അനുഭവിക്കുന്നത് കർമ്മയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ. കർമ്മ ഇപ്പം അവരവിടെ അനുഭവിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഉടനെ തന്നെ അനുഭവിക്കും. കാരണം എന്ത് ചെയ്താലും നഷ്ടങ്ങൾ, കൂടെ നിൽക്കുന്നവരെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. അതുമാത്രമല്ല, എന്തൊക്കെയോ വിചാരിക്കുന്നു, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു, എന്തെല്ലാം നടക്കണം, ഒരുപാട് പ്രതീക്ഷിക്കുന്നു, പക്ഷെ ഒന്നും നടക്കാത്തൊരവസ്ഥ. എന്താണ്, ഉണ്ടാക്കി വെക്കുന്നതെല്ലാം തകർന്നടിയുന്ന ഒരവസ്ഥ. ഏതൊക്കെ സിറ്റുവേഷനാണ്, ചിലപ്പോൾ ബന്ധങ്ങളായിരിക്കാം, ചിലപ്പം എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമായിരിക്കാം, അങ്ങനെയെല്ലാം തകരുന്നൊരവസ്ഥ. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. കർമ്മ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കർമ്മ റീഡിങ്ങിന് വേണം ഈ റീഡിങ്ങിനെ നമുക്ക് പറയാനായിട്ട്. കർമ്മ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നേരെയായതിനു ശേഷം, ഒന്ന് വിജയിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് എത്തണം എന്ന് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ഒരു ചിന്ത അതായിരുന്നു. കുറച്ചും കൂടെ കാർഡ് നമുക്കൊന്ന് എടുത്തു നോക്കാമേ. വീണ്ടും ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയത് നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ തന്നെയാണ്. കാരണം കർമ്മയാണ് ഇപ്പോൾ അവിടെ അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും കർമ്മ തന്നെയാണ് അനുഭവിക്കുന്നത് കേട്ടോ. കാരണം എവിടെ ചെന്നാലും ഒരു വിജയം കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങളോട് അത്രമേൽ തെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാരുടെ റീഡിംഗ് ആണ് ഇത്. കാരണം നിങ്ങളോട് അത്രമേൽ തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കർമ്മ എന്നൊരു സാധനം കിട്ടുന്നത്. കാലം നിങ്ങൾക്ക് അനുകൂലമാണ് കേട്ടോ. അതുമാത്രമല്ല, സമൂഹത്തിലൊക്കെ എന്തെങ്കിലും വിലയും നിലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ സമൂഹത്തിനെ പിടിച്ചിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളെന്നൊരു വ്യക്തി ഇട്ടിട്ട് പോയത്, അങ്ങനെയും വരാം. പക്ഷേ വേറെ രീതിയിലൊക്കെ പുള്ളിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ സമയം എന്താ പറയുന്നത്, ഹാർട്ട് ബ്രോക്കൺ. അതുപോലെ തന്നെ നിങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നു, നിങ്ങളെ ഒരു സ്റ്റാറൊക്കെ ആയിട്ടാണ് കാണുന്നത്, നിങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നു. അതായത് ഒരു എന്താ പറയുന്നത്, എത്ര പവറിലിരുന്നാലും ആ ഒരു
നേരത്തെ ഒരു ഈഗോ ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഹെഡ് വെയിറ്റ് തിളക്കനും അതൊക്കെ തന്നെയാണ് ഈഗോ. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ആ ഒരു രീതിയിൽ നിങ്ങളെ ചിന്തിക്കാൻ തുടങ്ങി, നിങ്ങളിലേക്ക് തിരിയാൻ തുടങ്ങി ഈ ചിന്തകളൊക്കെ കേട്ടോ. ഉച്ചക്കത്തെ ചിന്ത ഇതായിരുന്നു. അത് മാത്രമല്ല, ഉടനെ തന്നെ നിങ്ങളിലേക്ക് തിരികെ എത്തണം എന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ പറ്റുമോ അത്രയും വേഗം എത്തണം എന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ റീയൂണിയനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചത് ഇത്രയാണ്. നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. നിങ്ങൾക്ക് മാക്സിമം സൗണ്ടിൽ കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ മൈക്ക് വെച്ച് അല്ലാതെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാക്സിമം കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല ഒരുപാട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കേട്ടോ. വേറൊന്നുമല്ല, രാവിലത്തെ റീഡിങ് അങ്ങനെ ആയിപ്പോയതിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ നമ്പർ കിടപ്പുണ്ട്. ഇവിടെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓഫർ നിങ്ങൾക്ക് മാക്സിമം ചൂസ് ചെയ്യാം കേട്ടോ. ആർക്കും ഞാൻ അധികം ഡിലേ വെക്കത്തില്ല. എനിക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എൻ്റെ പേഴ്സൺ എന്നെ വിളിക്കുന്നവരെല്ലാം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് കേട്ടോ. അതെനിക്ക് നന്നായിട്ടറിയാം. അപ്പം നമുക്ക് വീഡിയോ ഇത്രേ ഉള്ളൂ, നിർത്താം. ഓം നമഃ ശിവായ.